ചക്കിക്കാവ് വിമലഗിരി കാർമൽ മൗണ്ട് വിശുദ്ധ വാരാചരണത്തിൽ 10 ഏക്കർ സ്വകാര്യ വനഭൂമിയിൽ നിർമ്മിച്ചിട്ടുള്ള ദേവാലയവും കാനനപാതയുമാണ് ഇവിടെയുള്ളത്. സംരക്ഷിത വനത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനാ കേന്ദ്രം എന്ന പ്രത്യേകതയാണ് വിമലഗിരിക്ക് ഉള്ളത്. കൊടയത്തൂർ ചക്കിക്കാവ് വിമലഗിരി ഇടവകയിലെ കാർമൽ മൗണ്ട് കുരിശുമലയിൽ വിശുദ്ധ വാരാചരണം നടന്നുവരികയാണ്. കൊല്ലത്തിൽ 50 നോമ്പ് ആചരണകാലത്ത് മാത്രമാണ് ഇവിടെ പ്രാർത്ഥനയും മറ്റ് ചടങ്ങുകളും നടക്കുന്നത്. പൂർണ്ണമായും നിബിഡ വനമായിരിക്കുന്ന ഇവിടെ കുരിശിൻ്റെ വഴി മാത്രമാണ് നടക്കുന്നത്. കുരിശിൻ്റെ വഴിയെ അനുസ്മരിപ്പിക്കുന്ന കാനനപാതയും 14 സ്ഥലങ്ങളും ചെറു ദേവാലയവും മാത്രമാണ് ഇവിടെയുള്ളത്. അരനൂറ്റാണ്ട് മുൻപ് സെന്റിന് 100 രൂപ മുടക്കി വാങ്ങിയ 10 ഏക്കർ പട്ടയഭൂമിയാണ് ഇടവകയ്ക്ക് സ്വന്തമായുള്ളത്. ഈ സ്ഥലം മുഴുവനും നിബിഡ വനമായാണ് സംരക്ഷിക്കപ്പെടുന്നത്. അപൂർവ സസ്യസമ്പത്തിൻ്റെ ഉറവിടമാണ് ഇവിടം. ഒരു മരം പോലും വെട്ടിമാറ്റാതെയാണ് കാനനപാത നിർമ്മിച്ചിരിക്കുന്നത്. തരിശു സ്ഥലങ്ങളിലെല്ലാം മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മലയുടെ മറുഭാഗങ്ങൾ കൃഷിയിടങ്ങളായി പരിവർത്തനം കൊണ്ടപ്പോഴും ഈ ഭാഗം വനമായി സംരക്ഷിച്ചത് പാലാ ബിഷപ്പ് മാർ ജോസഫ് പാറയിലിൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരമായിരുന്നു. ഇപ്പോൾ അപൂർവ സസ്യങ്ങളുടെ പേരുകൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലാണ് തങ്ങളെന്ന് ഇടവക വികാരി ഫാദർ മൈക്കിൾ വടക്കേക്കര പറയുന്നു. ഈ കുരിശുമലയിൽ അപൂർവ സസ്യങ്ങൾ പലതുമുണ്ട്. അണലിവേഗം, മയിലള്ള്, മടുക്ക, കാട്ട് തേയില, മുരുത്തോൻ, തീത്തൊണ്ടി, പാച്ചോറ്റി, കരിന്തകര, പുന്ന, അതുപോലെയുള്ള ധാരാളം മരങ്ങൾ നമുക്ക് ഈ കുരിശുമലയിൽ കാണാനായിട്ട് സാധിക്കും. പ്രകൃതിയിൽ ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു വലിയ അവസരമാണ് ഈ കുരിശുമലയിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുക. ഈ മരങ്ങളുടെയൊക്കെ ശാസ്ത്രീയ നാമങ്ങൾ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ജോലികൾ ആരംഭിച്ച് വരുന്നതേ ഉള്ളൂ. പുതുതായിട്ട് മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് കൂടുതൽ ഇത് ഹരിതാഭമാക്കാനുള്ള പദ്ധതിയിലുമാണ് ഇടവക സമൂഹം. 1949 കുരിശുപള്ളിയായാണ് ഇവിടെ ദേവാലയം പണിതത്. 1980 ഇടവകയായി ഉയർത്തപ്പെട്ടു. 15 ലക്ഷം രൂപ മുടക്കിയാണ് പണി പൂർത്തീകരിച്ചത്. 4000 ആളുകളുടെ സൗജന്യ അധ്വാനവും നിർമ്മാണത്തിന് വേണ്ടി വന്നു. 2012 ഡിസംബർ 12-ാം തീയതിയാണ് ഇതിൻ്റെ കുരിശുമലയുടെ നിർമ്മാണം ആരംഭിച്ചത്. 2014 മാർച്ച് 1-ാം തീയതി പാലാ രൂപതയുടെ അഭിവന്ധ്യ സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ പിതാവാണ് ഇതിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചത്. നോമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഒപ്പം ദുഃഖവെള്ളിയാഴ്ച, 40-ാം വെള്ളി, പുതുഞായർ തുടങ്ങിയ ദിനങ്ങളിലും ധാരാളം വിശ്വാസികൾ ഇവിടെ വന്ന് മല കയറി പ്രാർത്ഥിക്കുന്നുണ്ട്. ദുഃഖവെള്ളിയാഴ്ച ഇവിടെ നടക്കുന്ന പരിഹാര പ്രദക്ഷിണത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുക്കും. 27-ന് പുതുഞായർ ആഘോഷത്തോടെ ഈ വർഷത്തെ ചടങ്ങുകൾ സമാപിക്കും.